ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫ് പോലത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഉച്ചയൂടി കുട്ടികൾ എവിടേക്കാടാ അത്? എന്താണ് മുജ്ജോ? പിന്നെ കുറച്ച് കുട്ടികളും മുജ്ജ് മീനിനെയും കവറിലാക്കിങ്ങാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആമീനത് അവിടെ നീച്ചിക്കണേ പല്ലൊക്കെ തേക്കാൻ വേണ്ടിങ്ങാണ്ട് അവളെ നിർത്തിയേക്കാണ്. അപ്പം എന്തായാലും നമ്മൾ പരിപാടികൾ ഓരോന്നുണ്ട്. കൂട്ടാനുണ്ടാക്കാനുണ്ട്, കറി ഉണ്ടാക്കാനുണ്ട്, പയറുണ്ട് കേട്ടോ. പയറുണ്ട്, പാത്രം കഴുകാനുണ്ട്, ചോറ് അവിടെ അടുപ്പത്താവണ്. അങ്ങനെ ഓരോരോ പരിപാടികളാണ്. പിന്നെതാ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുപ്പിയിലാക്കി വെക്കണം. കറിവേപ്പിലക്ക് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ പെട്ടെന്ന് പോരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആമിനാൻ്റെ സ്കൂൾ ആലോചിച്ചിട്ടാണ്. 10ാം ക്ലാസ് ഒന്നും അല്ല, എന്നാലും LKGയിലാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അഡ്മിഷനും ഒക്കെ എടുത്ത് ആകെ ഒരു മാസമുള്ളൂ സ്കൂളിൽ പോയിട്ട്. അപ്പോൾ പിന്നെ 90 ഏതായാലും ഈ മാസം വരണം. 90ൻ്റെ മുന്നേ 90 ഈ മാസമാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താട്ടി നേരത്തെ പോകുന്നു, കുറച്ച് നേരത്തെ പോകുന്നു. എന്നാൽ പിന്നെ അവളെ സ്കൂള് മുടങ്ങൂലല്ലോ വിചാരിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില അൺബോക്സ് ചെയ്യണം. നമ്മൾ നോക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ എളുപ്പം വേഗം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കേക്കിങ്ങാണ്ട് എടുത്താൽ മതി. നമ്മളല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് നോക്കാൻ നിൽക്കുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ആവൂലേ. അപ്പം ഞാൻ നോക്കിങ്ങാണ്ട് എടുത്തുങ്ങാണ്ട് റെഡിയാക്കി വെക്കലാണ് കേട്ടോ. ഇങ്ങനെ കറിവേപ്പിലൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസം പറഞ്ഞാൽ 10 ദിവസമൊക്കെ ആയി ഞാൻ കൊണ്ടുവന്നിട്ട്. കുറച്ച് ഇല കൊഴിഞ്ഞിക്കണം കേട്ടോ. എന്നാലും മണത്തിനൊരു കുഴപ്പമൊന്നുമില്ല, നല്ല മണമുണ്ട്. പിന്നെന്താ, സ്കൂള് തന്നെ ഞാൻ ഓളെ പെട്ടെന്നല്ല സ്കൂൾക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ ഒരു മാസമുള്ളൂ ഓള് കറക്റ്റിൽ സ്കൂളിൽ പോയിക്കണത്. അപ്പോൾ പിന്നെ എൻ്റെ ഡെലിവറിൻ്റെ ഒരു മാസം മുന്നേ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ പിന്നെ അത്രയും സ്കൂളിൽ പോവുമല്ലേ, പിന്നെ ഓൺലൈനിലായിട്ട് കണ്ട് വാട്സപ്പിലൊക്കെ മിസ്സുമാരിങ്ങനെ വിട്ട് തരും. അപ്പോൾ പിന്നെ അതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചൊക്കെ കൊടുക്കലുണ്ട്. പിന്നെ ഈ മാസം കൂടി ഫുള്ള് നിൽക്കുകയാണെങ്കിൽ 5 മാസം ആവും സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് കുറേ പരിപാടി ഉണ്ട്. നമ്മളെ കുട്ടി നീച്ചിട്ടില്ല. കുട്ടി നീച്ചുമ്പോൾ ഓരോ പരിപാടികളൊക്കെ റെഡിയാക്കി വെക്കണം. ഇവിടെ ഭയങ്കര മഴക്കാറാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെന്താ, ചോറ് വെന്തിട്ടില്ല, പയറുപ്പേരി ഉണ്ടാക്കാനുണ്ട്, മീൻ പൊരിക്കാനുണ്ട്, കഴുകണം, നന്നാക്കണം ഒക്കെ ഉണ്ട്. അടിച്ചു വരണം, തുടക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടി നീച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നീച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നല്ല, പിന്നെ ഓനെ നോക്കണം, ഓൻ്റെ കാര്യങ്ങൾ ചെയ്യണം, കുളിപ്പിക്കണം, എണ്ണ തേക്കണം, അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ 90ൻ്റെ മുന്നേ പോരാനുള്ള കാരണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആമിനാൻ്റെ സ്കൂള് അതുതന്നെ മെയിനായിട്ട്. ഇപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞാൽ സ്കൂളിലാകുമ്പോൾ കുട്ടികളെ ഇടയിലൊക്കെ നിന്ന് പഠിക്കുമ്പോഴല്ലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ. എന്നാൽ തന്നെ വന്നിട്ട് ഒരു ദിവസമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട്, അയലോക്കത്തെ ദിവസം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ സെറ്റായി, ഇപ്പോൾ ഓക്കെ ആയി, സെറ്റായി. പിന്നെ അവളെ സ്കൂളത്തെ പരിപാടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഡേൻ്റെ അന്നത്തെ ഓളൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിലോള് പങ്കെടുത്തിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഓള് പങ്കെടുത്തല്ലോ, അൽഹംദുലില്ലാ. അത്ര തന്നെ. ഞാൻ ഓളങ്ങനെ പങ്കെടുപ്പിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. ഓള് അംഗനവാടിയിലൊക്കെ പരിപാടിക്ക് കൂടുമ്പോഴൊക്കെ കരച്ചിലാണ്, സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ കരയും. അപ്പോൾ ആ ഒരു ഇതൊന്നും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ പരിപാടിക്കും ഇതിനൊക്കെ ഇതാക്കണത്. കുറേ കുട്ടികൾ പങ്കെടുക്കാത്തവരില്ലേ, അപ്പം നമ്മൾ അത് വെച്ചുകൊണ്ട് ആലോചിക്കണം, എൻ്റെ കുട്ടി പങ്കെടുത്തല്ലോ എന്നുള്ളത്. അത്രേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് സെക്കൻഡിനൊന്നും അല്ലല്ലോ, എന്നാലും പങ്കെടുത്തല്ലോ, അതിൽ കൂടിയല്ലോ, അങ്ങനെ. അപ്പം എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ശരിയാക്കി പരിപാടികളൊക്കെ തുടങ്ങട്ടെ കേട്ടോ.
മുളക് വെച്ചിട്ട് ഇപ്പം നമ്മളിവിടെ നിന്ന് അടിച്ചൊരിട്ട് ഇനി തുടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അമ്പരക്കുട്ടൻ ഉറങ്ങിയിട്ടില്ല. അപ്പം നമ്മളെ കുഞ്ഞുമണി ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്താ തൊട്ടിയിലിരുന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഓനൊന്ന് സെറ്റാകട്ടെ. അപ്പം നമ്മളെ ബേബി ഉറങ്ങി കേട്ടോ. നമ്മൾ ബാക്കി പരിപാടികളാണ്, ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് മീൻ നന്നാക്കി വെച്ചിരുന്നു ഞാൻ, പിന്നെ കേക്കിങ്ങാണ്ട് എളുപ്പം മുളക് തേച്ച് വെച്ചിരിക്കുന്നു. അപ്പം അത് പൊരിച്ചാൻ വേണ്ടി വെച്ചിക്കണേ. ഇനി നമുക്ക് തുടക്കാനുണ്ട്. അതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പള്ളിക്ക് ആക്കട്ടെ കേട്ടോ. കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു രാവിലെ. പണി പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അടിച്ചൊരി തുടക്കാനുണ്ട്. നമ്മളെ മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി ഓളൊന്ന് നന്നാക്കാനുണ്ട്. ഓളെ തലയും മുടി നന്നാക്കാണ്ട്, നഖം മുറിച്ച് കൊടുക്കാനുണ്ട്. കളിയൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ലേ.